സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പ് സംബന്ധിച്ച വാദങ്ങൾ പൂർത്തിയായി. നിക്ഷേപകർ പരാതി നൽകാതിരിക്കാൻ തെറ്റിദ്ധാരണ പരത്തി രംഗത്തുണ്ടായിരുന്ന ചാവേർപ്പട മാളത്തിലൊളിച്ചു. ഈ കേസിൽ 23-ന് കോടതിയുടെ നിർണായക നടപടിയുണ്ടാകും. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഹൈറിച്ചിന്റെ മണി ചെയിൻ തട്ടിപ്പ് സംബന്ധിച്ച വാർത്ത ആദ്യമായി ജനങ്ങളിൽ എത്തിച്ചത് കേരള മീഡിയ ആയിരുന്നു. പ്രതാപന്റെയും ഭാര്യ ശ്രീനയുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റും ഇതിന് നിരക്കാത്ത രീതിയിൽ ഇവർ പ്രചരിച്ചിരിക്കുന്ന പൊള്ളത്തരങ്ങളും തുറന്നു കാണിക്കുന്നതായിരുന്നു വാർത്ത. ഇതിനുശേഷം നിരവധി വാർത്തകൾ തെളിവുകൾ സഹിതം കേരള മീഡിയ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ഇതിനുശേഷമാണ് പ്രമുഖ ചാനലുകൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ രംഗത്ത് വന്നത്. പാവപ്പെട്ടവരുടെ സർവസ്വം ഊറ്റിയെടുത്ത് കൊഴുക്കുന്നവർക്കും അതിൻ്റെ ഏജന്റുമാർക്കുമെതിരെ കേരള മീഡിയ നടത്തി വന്ന സന്ധിയില്ലാ സമരം പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. കമ്പനിയുടെ വാദമുഖങ്ങളെ പൊളിച്ചെഴുതാനായി തൃശൂർ 3rd അഡീഷണൽ സെഷൻസ് കോടതി നേരിട്ട് ഹൈറിച്ചിന്റെ വെബ്സൈറ്റ് തുറന്ന് പരിശോധിച്ചു എന്നാണ് ഒടുവിലത്തെ വിവരം. മറ്റ് ഏജൻസികളെ നിയോഗിക്കുന്ന പതിവിൽ നിന്നും വ്യത്യസ്തമായി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോടതി നേരിട്ട് വെബ്സൈറ്റ് പരിശോധിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സംഭവമാണിതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ ചേർപ്പ് പോലീസ് SHO TV ഷിബു ആണ് ആദ്യം ഹൈറിച്ചിനെതിരെ സ്വമേധയാ കേസെടുത്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ 1630 കോടിയുടെ തട്ടിപ്പ് നടന്നതായി കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഹൈറിച്ചിന്റെ ഓഫീസിൽ നിന്നും കമ്പ്യൂട്ടറുകളിലെ ഹാർഡ് ഡിസ്കുകളുള്ള രേഖകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. 3141 കോടിയുടെ തട്ടിപ്പ് നടന്നതായി മുഖ്യമന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നതുമാണ്. പിന്നീട് കഴിഞ്ഞ കൊല്ലം നവംബറിൽ പർച്ചേസ് കൺസൈൻമെന്റ് അഡ്വാൻസ് എന്ന പേരിൽ കമ്പനി OTT ബോണ്ട് എന്ന പേരിൽ വാങ്ങിക്കുന്ന ലക്ഷങ്ങൾ അനധികൃത നിക്ഷേപമാണെന്ന് കണ്ട് ബഡ്സ് അതോറിറ്റി കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. കൊച്ചി PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷമുള്ള വിചാരണഘട്ടത്തിൽ ബഡ്സ് അതോറിറ്റിയുടെ താൽക്കാലിക മരവിപ്പിക്കൽ നടപടി ദീർഘമായ വാദപ്രതിവാദങ്ങൾക്കിടയാക്കി. ഒടുവിൽ മേൽ നടപടി തൃശൂർ ബഡ്സ് കോടതി സ്ഥിരപ്പെടുത്തുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് ഹൈറിച്ച് ഹൈക്കോടതിയെ സമീപിച്ചു. ബഡ്സ് അതോറിറ്റി സ്ഥിരപ്പെടുത്തൽ അപേക്ഷ നൽകാൻ കാലതാമസം വരുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി ബഡ്സ് കോടതി ഉത്തരവ് റദ്ദാക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഇതേ തുടർന്നുള്ള ഉത്തരവിൽ പുതിയ നടപടികൾ എടുക്കുന്നതിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് അന്ന് തന്നെ നിയമ നടപടികളിലൂടെ ബഡ്സ് അതോറിറ്റി വീണ്ടും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇതിനെതിരെ ഹൈറിച്ച് സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതി ഇടപെടാൻ തയ്യാറായില്ല. തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ബാങ്ക് അക്കൗണ്ട് വീണ്ടും മരവിപ്പിച്ച നടപടി തീരുമാനങ്ങൾ എടുക്കാൻ ബഡ്സ് കോടതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ നടപടികൾ ഇപ്പോൾ തൃശൂർ 3rd അഡീഷണൽ സെഷൻസ് കോടതി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കമ്പനിയുടെ വെബ്സൈറ്റ് കോടതി പരിശോധിച്ചത്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കമ്പനി ആയതിനാൽ ഹൈറിച്ചിന്റെ ഗുണിതങ്ങൾക്കായി വാങ്ങുന്നത് അനധികൃത നിക്ഷേപമാണെന്ന് സർക്കാർ വാദം. ഹൈറിച്ച് ഇറക്കിയ 5 ലക്ഷത്തിന്റെ ബോണ്ടിന് റിസർവ് ബാങ്ക് അനുമതിയില്ലാത്തതിനാൽ ഇത് വ്യാജ ബോണ്ടാണെന്നും വ്യാജ ബോണ്ട് ഇറക്കി നിക്ഷേപകരെ വഞ്ചിക്കുകയായിരുന്നെന്നും ബഡ്സ് അതോറിറ്റിക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. സംസ്ഥാനത്ത് നിലവിലുള്ള FIRകൾ ഹൈറിച്ചിന്റെ പണം ഇരട്ടിപ്പിക്കൽ വാഗ്ദാനം ചെയ്യുന്ന സർക്കുലറുകൾ, ബോണ്ടുകൾ തുടങ്ങിയവ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഇതെല്ലാം വ്യാജമാണെന്നായിരുന്നു മറുവാദം. വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിൽ എത്തുമ്പോഴും കേസ് നടത്താനെന്ന പേരിൽ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് വഴി ഹൈറിച്ച് ഉടമകൾ പണപ്പിരിവ് നടത്തിയതും ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. നിക്ഷേപകർ പരാതി നൽകി കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ കള്ളപ്രചരണങ്ങളുമായി രംഗത്തുണ്ടായിരുന്ന ചാവേറുകളുടെ വേഷമണിഞ്ഞ ഏജന്റുമാർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. തങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത് കളവാണെന്ന് ബോധ്യപ്പെടുന്ന നിക്ഷേപകർ വെറുതെ ഇരിക്കില്ല എന്ന് മനസ്സിലായതിനാലാണ് ഇവരിൽ പലരും മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നത്. ഇതിനകം മറ്റു ചില ഏജന്റുമാർ പുതിയ തട്ടിപ്പ് സംഘങ്ങളിൽ കയറിക്കൂടിയതായും വിവരമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള മീഡിയ.